ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ മൽമൽ കോട്ടൺ സാരീസാണ്. വളരെ കംഫർട്ടബിളാണ്. ഈ ഒരു സമ്മർ സീസണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ മുന്നേ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഇതിന് ഒരുപാട് എൻക്വയറിയാണ് കേട്ടോ. കാരണം ഇത് ഈ ഒരു സമയത്ത് എല്ലാ സമയത്തും ഉടുക്കാൻ സുഖമാണ്, പ്രത്യേകിച്ചും ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൽമൽ കോട്ടൺ സാരീസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയും കൂടിയാണല്ലോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് സാരി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സാരീസാണ്, ഉടുക്കാനുള്ളൊരു സുഖമാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. പ്യുവർ മൽമൽ കോട്ടൺ സാരീസാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഒരു റെഡിൽ വൈറ്റ് കളറായിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എപ്പോഴും നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അവൈലബിലിറ്റി പറയാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കാരണം എൻക്വയറിയുടെ ടൈമിൽ എൻക്വയറിയിൽ ഇരിക്കുന്നവരുടെ കയ്യിൽ ഈ നമ്പേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നമ്പർ പറഞ്ഞാലാണ് സ്ക്രീൻഷോട്ട് നമ്പർ അടക്കം സെൻഡ് ചെയ്യുക. അപ്പോഴാണ് സാരി അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളത് പറയാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര സിമ്പിളാണ്, അതേസമയം നല്ല ഭംഗിയാണ്. കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്, വൈറ്റിൽ ഇതേപോലെ റെഡ് കളറ് ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് വരുന്നത്. നല്ല ഭംഗിയായിരിക്കും. ഈ ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിൽ പെയർ ചെയ്യാം, അല്ലെങ്കിൽ ഈ ബോർഡറിൻ്റെ കളറ് പ്ലെയിൻ ഒരു റെഡ് കളർ ബ്ലൗസ് വെയർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, വൈറ്റ് പെയർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓഫീസിലോ അല്ലെങ്കിൽ ഉടുത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വളരെ കംഫർട്ടബിളാണ്. റേറ്റ് വരുന്നത് എല്ലാ പ്രാവശ്യത്തെയും പോലെ 825 ആണ് കേട്ടോ. 825 ഈ വീഡിയോയിൽ വരുന്ന എല്ലാ സാരീസിനും 825 കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഓരോ സാരീസായിട്ട് കണ്ടു നോക്കാം. അടുത്ത സാരി വരുന്നത് നമ്പർ 2 ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ബ്ലാക്കിൽ ഇതേപോലത്തെ കണ്ടോ ഒരു പേസ്ലി ഡിസൈനാണ് വന്നിട്ടുള്ളത്. ബോർഡേഴ്സിൽ ഇതേപോലത്തെ കുഞ്ഞ് ടെമ്പിൾ പാറ്റേണിലാണ് വരുന്നത്. ഒരു നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ് ബോർഡർ വരുന്നത്. അപ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷനായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതേപോലെയാണ് ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഞാൻ ഫുൾ നിവർത്തനില്ല, ഇതിൻ്റെ ഫോൾഡിങ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ വരും കേട്ടോ സാരി ഉടുത്ത് വരുമ്പോൾ. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ. പല്ലു വരുന്നത് ഇതേപോലെയാണ്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കലങ്കാരി പാറ്റേൺ പോലെയാണ് പല്ലു വന്നിട്ടുള്ളത്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെ ഒരു പ്രിൻറ്റഡ് ബ്ലൗസ് പീസായിട്ടാണ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബോർഡേഴ്സിൻ്റെ കളറിൽ വരുന്ന ബ്ലൗസ് യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. നല്ലൊരു സാരിയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉടുക്കാനുള്ള ഒരു സുഖമാണ്. ഈ ഒരു സമ്മർ സീസണ് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന സംഭവമാണ് മൽമൽ കോട്ടൺ സാരീസ്. അതാവുമ്പോൾ നല്ല ഭംഗിയും ഡിസൈനും കളർ കോമ്പിനേഷനും ആകുമ്പോൾ പിന്നെ ഒരു രക്ഷയില്ല അല്ലേ. ഇതേപോലെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇനി അടുത്ത സാരി കാണാം. അടുത്ത സാരി നമ്പർ 3 ആണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു യെല്ലോ ആണ്. സാധാരണ യെല്ലോ ഒന്നും ആരും പ്രിഫർ ചെയ്യില്ല, പക്ഷെ മൽമൽ കോട്ടൺ ആ ഒരു മെറ്റീരിയലിൽ യെല്ലോ വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെപ്പോൾ കൊണ്ടുവന്നാലും യെല്ലോയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരിക കേട്ടോ. ഇതാ യെല്ലോ ആൻഡ് ബ്ലാക്ക് പിന്നെ ഒരു വൈറ്റും കൂടെ കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത്. ഇതേപോലെയാണ് സാരി വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ബോർഡർ വരുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേൺ ആണ്. ഒരു ക്രാക്ക് ബാറ്റിക് പോലെ ഇങ്ങനെ സാരിയിൽ ഫുൾ വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇത് ഉടുത്ത് ഇതിന് സിമ്പിൾ ഓർണമെൻറ്റ്സും നല്ല ഇയർ റിങ്സും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇത് സ്റ്റൈൽ ചെയ്ത് ഉടുത്ത് വരുമ്പോൾ കേട്ടോ. പല്ലു വരുന്നത് ഇതേപോലെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു നിറയെ ഫ്ലവേഴ്സ് ആയിട്ടാണ് പല്ലു വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ബ്ലൗസ് വരുന്നത് ദാ ഇങ്ങനെ കേട്ടോ. ഒരു ആഷ് ബ്ലൂ പോലത്തെ ഒരു കളറാണ്. ഒരു ഡാർക്ക് കളറിൽ ബ്ലാക്ക് ഇതുപോലത്തെ ഫ്ലോറൽ. ഇത് ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് ഈ സാരീൻ്റെ കൂടെ വെയർ ചെയ്ത് സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. ഇതിന് ഏജ് ലിമിറ്റൊന്നും ഇല്ല. മൽമൽ സാരീസ് ഇപ്പോൾ ചെറുപ്പം ആൾക്കാരും ഏജ് ആയവരും എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അത് ഉടുക്കാനുള്ളൊരു സുഖവും ആ കളേഴ്സ് കോമ്പിനേഷൻ്റെയും ആ ഒരു പ്രിൻറ്റ് പാറ്റേണിൻ്റെ ഒക്കെ ഒരു ഭംഗിയും കാരണം എല്ലാവരും പ്രിഫർ ചെയ്യുന്നുണ്ട് കേട്ടോ.
കണ്ടോ ഇങ്ങനെ വരും ഉടുത്ത് വരുമ്പോൾ. റേറ്റ് വരുന്നത് 825 825 ഇനി അടുത്ത സാരി കാണാം. അടുത്ത സാരി നമ്പർ 4 ആണ്. ഇതാ കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. കണ്ടോ ആ ഡിസൈനും കളർ കോമ്പിനേഷനും ആണ് ഈ ഒരു സാരീസിൻ്റെ പ്രത്യേകത. ഇതേപോലെ ഉണ്ട് കേട്ടോ, നല്ലൊരു പിങ്ക്, അതിലൊരു വൈറ്റ് നമ്മുടെ ഇക്കട്ട് പ്രിൻ്റ് പോലെ വരുന്ന ഒരു ഡിസൈനും വരുന്നുണ്ട്. ഇതാ കണ്ടോ ഇതേപോലെ ബ്ലൂവിൽ ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഈ ഒരു ഡിസൈനും വരുന്നുണ്ട്. ബോർഡേഴ്സ് നല്ല ഭംഗിയിലാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. ആ ഒരു ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ഞൊറിഞ്ഞുടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. കണ്ടോ ഈ ഒരു ഭാഗമാണ് ഇവിടേക്ക് വരിക. ഇതിന് ബ്ലൂ ബ്ലൗസ് യൂസ് ചെയ്യാം, വൈറ്റ് യൂസ് ചെയ്യാം, പിങ്ക് യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ്. പല്ലു വരുന്നത് ദാ ഇതേപോലത്തെ ഒരു ഇക്കട്ട് പാറ്റേണിൽ വരുന്ന പല്ലുവാണ്. ബ്ലൗസ് വരുന്നത് ദാ ഇതേപോലെയാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. ചിലതിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ബ്ലൗസ്, ഇത് ഇങ്ങനെയാണ് വരുന്നത്. ചിലതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിരിക്കും കേട്ടോ. ഇതാ കണ്ടോ ഇതേപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. റേറ്റ് വരുന്നത് 825 ആണ്, 825. കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് പീസ്. ഇതാണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്ത സാരി വരുന്നത് നമ്പർ 5 ആണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ബ്ലാക്കിൽ നല്ലൊരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. എല്ലാ സാരീസും ഒന്നിനൊന്നിന് ഭംഗിയാണ്. നല്ലൊരു പ്രിൻറ്റ് പാറ്റേണും കളർ കോമ്പിനേഷനുമാണ് കേട്ടോ. കണ്ടോ ഇങ്ങനെയാണ് സാരി വരുന്നത്. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ലൈറ്റ് ഒരു റോസ് അല്ല, ഒരു പീച്ചിൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് പോലെയാണ് കേട്ടോ ഈ ബോർഡേഴ്സ്. അതിലിങ്ങനെ ഒരു മെറൂൺ കളർ ഡിസൈനാണ്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. പല്ലു വരുന്നത് ദാ ഇതേപോലെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ് കേട്ടോ. നല്ല രസമായിരിക്കും ഇത്. നമുക്ക് ഓഫീസിലൊക്കെ ഡെയിലി മാറി മാറി ഉടുത്തിട്ട് പോവാം. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റും കൂടെ ആയതുകൊണ്ട് നല്ലതാണ്. ഈ സമ്മറിനെ ബീറ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. ഇതിന് ഡെയിലി എൻക്വയറിയാണ്. ബ്ലൗസ് വരുന്നത് ഇതാ കണ്ടോ നല്ലൊരു ലൈൻ പാറ്റേണിലാണ്. അപ്പോൾ ഈ ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് ഈ സാരിയും കൂടെ വെയർ ചെയ്ത് വരുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇനി അടുത്ത സാരി കാണാം. അടുത്ത സാരി നമ്പർ 6 ആണ് കേട്ടോ. ഇതൊരു ഗ്രീനാണ്, ഒരു നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ. അതിലിതാ ഇതേപോലെ ഒരു ക്രാക്ക് ബാറ്റിക് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഇതേപോലെയാണ് ഫുൾ ബോഡി വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടോ ബോർഡേഴ്സ് ഒന്നുമില്ല, പക്ഷേ ഇതിൽ ആ ഒരു ബ്ലാക്ക് കളറ് ഈ ഒരു ക്രാക്ക് ബാറ്റിക് ഡിസൈനും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും കാണാത്ത ഒരു പാറ്റേൺ ആണല്ലേ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിന് കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ ഇട്ടാൽ സൂപ്പർബായിരിക്കും. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിന് ഞാൻ പറഞ്ഞല്ലോ ചിലതിന് സെപ്പറേറ്റ് ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ള പീസാണ്. നമ്മൾ കട്ട് ചെയ്യണതല്ല കേട്ടോ, ഇത് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ചിലതിന് സാരിയുടെ കൂടെ അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ കണ്ടോ ഈ സാരിയും ബ്ലൗസും കൂടെ വെയർ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ ഈ സാരിക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ സാരി ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ടാണ് വരുന്നത്. ഹാഫ് പോർഷൻ ഇതേപോലെ ഒരു ക്രാക്ക് ബാറ്റിക്കിൽ ഗ്രീനാണ് വരുന്നത്. നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഹാഫ് വരുന്നത് ഇതിൽ കണ്ടോ ആ ഫുൾ ഗ്രീൻ വരുന്നിടത്ത് പല്ലു പോർഷനും സെയിം ആണ് കേട്ടോ. റണ്ണിങ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇത് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് അരിവടിച്ച് എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഹാഫ് പോർഷൻ ഇതേപോലെയാണ് കേട്ടോ. ഡാർക്ക് ബ്ലൂവിൽ ഇതേപോലെ പച്ചയിൽ കണ്ടേ പോലെ തന്നെ ഒരു ക്രാക്ക് ബാറ്റിക് ഡിസൈനിലാണ് വരുന്നത്. അപ്പോൾ ഇത് ഉടുത്ത് വരുമ്പോൾ നല്ലൊരു യുണീക്കായിട്ടുള്ള ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ ഇതേപോലെ ഉണ്ടാവും. ഇതിന് ആപ്റ്റായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. കണ്ടോ ഇങ്ങനെ ഉണ്ടാവും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതേപോലെ ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. നല്ല രസമായിരിക്കും. അത് ഞൊറിയൊക്കെ ഉടുക്കണോടത്ത് ഈ ഒരു ബ്ലൂ സ്റ്റൈല് നമുക്ക് വരും. താഴെ ഭാഗത്ത് ഞൊറിഞ്ഞു ഉടുക്കുന്ന സ്ഥലത്ത് കേട്ടോ. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 825 ആണ്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇനി ഡാർക്ക് ബ്ലൂ കളർ ബ്ലൗസ് വേണമെങ്കിൽ അങ്ങനെ സ്റ്റൈൽ ചെയ്യാം. സെയിം ഗ്രീൻ വേണമെങ്കിൽ അങ്ങനെ സ്റ്റൈൽ ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. ഈ ബ്ലൗസിൻ്റെ കൂടെ നല്ലതായിരിക്കും. ഇനി അടുത്ത സാരിയാണ്.
അടുത്ത സാരി വരുന്നത് നമ്പർ 7 ആണ്. നല്ലൊരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത് കേട്ടോ. നല്ല രസമാണ്. ബോഡിയിൽ ഫുൾ ആ ഒരു ക്രാക്ക് ബാക്ക് ഒരു പാറ്റേണിലാണ് വരുന്നത്. ബോർഡേഴ്സ് നല്ല ബ്ലാക്കിൽ നല്ലൊരു പ്രിൻറ്റ് പാറ്റേൺ ആണ് വരുന്നത്. നല്ല ഭംഗിയായിരിക്കും ഉടുത്ത് വരുമ്പോൾ. ഇതൊരു നല്ല ബ്ലൂ ആണ് കേട്ടോ. വീഡിയോയിൽ ഇതിൻ്റെ കളറിന് ചിലപ്പോൾ ഇത്തിരി ഒരു ചേഞ്ച് ഉണ്ടാവും. ചില കളേഴ്സിന് അങ്ങനെ വരാറുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനുമാണ്, സാരിയുമാണ്. പല്ലു വരുന്നത് ദാ ഇതേപോലെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പല്ലുവാണ്. ബ്ലൗസ് വരുന്നത് ദാ ഇതേപോലെ ഒരു പ്രിൻറ്റഡ് ബ്ലൗസ് പീസാണ്. ഈ ബ്ലൗസും കൂടെ സ്റ്റിച്ച് ചെയ്ത് ഈ സാരിയും കൂടെ വെയർ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഭംഗി അറിയുക. നല്ല ഭംഗിയിലേക്ക് ഞൊറിയൊക്കെ ഇട്ട് ഉടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിക്ക് തന്നെ നിൽക്കുന്ന സാരിയാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. റേറ്റ് വരുന്നത് 825, 825. ഇനി അടുത്ത സാരി കാണാം. അടുത്ത സാരി വരുന്നത് നമ്പർ 8 ആണ്. ബ്ലാക്ക് സാരീസിന് ഏത് മെറ്റീരിയലിലാണെങ്കിലും ഒരുപാട് എൻക്വയറിയാണ്. ഇത് നമ്മൾ മുന്നേയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസ്റ്റോക്കാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത്. ഇങ്ങനെ ഉണ്ടാവും. ഈ സാരി ഞൊറിഞ്ഞൊക്കെ ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കണ്ടോ, ഇതേപോലെയാണ്. ഒരു പ്രത്യേക ഒരു പ്രിൻറ്റ് പാറ്റേൺ ആണല്ലോ. അപ്പോൾ നല്ല ഭംഗിയാണ്. ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഇതിന്. അപ്പോൾ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് ചോദിച്ചിട്ട് കിട്ടാത്തവർക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതേപോലെയാണ്. പ്ലെയിൻ ഒരു റെഡിഷ് മെറൂൺ ആ ഒരു കളറിലാണ് ബ്ലൗസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിൽ പെയർ ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാക്കോ വൈറ്റോ ബ്ലൗസിൻ്റെ കൂടെ, അതെല്ലാവരുടെയും കോമൺ ആയിട്ട് ഉണ്ടാവുമല്ലോ, അങ്ങനെ പെയർ ചെയ്യാം. ഇതിന് പല്ലു സെപ്പറേറ്റ് ഇല്ല, ഇങ്ങനെ റണ്ണിങ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതേപോലെ എൻ പോർഷനിൽ ഒരു വൈറ്റ് വരുന്നുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. വള്ളയറിലായിട്ടോ ഞൊറിഞ്ഞിടാനോ ഒക്കെ നല്ലതാണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്ത സാരി നമ്പർ 9 ആണ്. നല്ലൊരു കളറാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു കളറുണ്ടല്ലോ, ആ ഒരു റോസ് മിൽക്ക് കളറില്ലേ, ആ കളറാണ്. അതിലിതാ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു പേഴ്സ്ലി ഡിസൈനും ബോർഡേഴ്സിൽ ഇതേപോലെ ഒരു ലൈൻ പാറ്റേണുമാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെ വരും സാരി ഉടുത്ത് വരുമ്പോൾ. ഇതൊക്കെ ഉടുത്ത് ഇതിന് ആപ്റ്റായിട്ടുള്ള ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി മുഴുവനായിട്ട് പുറത്ത് വരുള്ളൂ. കണ്ടോ, ഇതേപോലെ ഉണ്ടാവും. നല്ല ഭംഗിയുള്ള കളറുമാണ്, കളർ കോമ്പിനേഷനുമാണ്. പല്ലു വരുന്നത് ദാ ഇതേപോലെ ഒരു ലൈൻ പാറ്റേണിലാണ്. ബ്ലൗസ് വരുന്നത് ദാ ഇതേപോലത്തെ ഒരു സിമ്പിൾ, കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റ് പാറ്റേണിലാണ്. ഈ ബ്ലൗസിൻ്റെ കൂടെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. റേറ്റ് വരുന്നത് 825 ആണ്, 825. ഇനി അടുത്ത സാരി കാണാം. അടുത്ത സാരി നമ്പർ 10 ആണ്. നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. ഒരു ഡാർക്ക് ഒരു ആഷിൻ്റെ കളറാണ്, ഒരു ബ്ലൂയിഷ് ആഷ് പോലത്തെ ഒരു കളറാണ്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ്. ബോർഡേഴ്സ് വരുന്നത് ഇതേപോലെ കണ്ടോ, ഒരു ബ്ലൂവിൻ്റെ ഒരു ലൈറ്റ് വേർഷനാണ് കേട്ടോ. ഒരു പൗഡർ ബ്ലൂ അങ്ങനത്തെ ഒരു പ്രത്യേക ബ്ലൂ ആണ്. അതിലൊരു വൈറ്റ് ഡിസൈനാണ് വരുന്നത്. നല്ല ഭംഗിയാണ്. എപ്പോഴും കാണുന്ന ഒരു കോമ്പിനേഷൻ അല്ല. ഇതാ കണ്ടോ, ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനും ഡിസൈനുമാണ്. ഞൊറിഞ്ഞുടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. പല്ലു ഇതേപോലെ റണ്ണിങ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആ ഒരു ബോർഡറിൻ്റെ ബ്ലൗസാണ്, കളറാണ് വരുന്നത് കേട്ടോ. ഇതാ കണ്ടോ, ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്ലെയിൻ വേണമെന്നുള്ളവർക്ക് ഇത് നല്ലൊരു ചോയ്സ് ആയിരിക്കും. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബേസ് കളറോ വൈറ്റ് കളറോ ഒക്കെ ബ്ലൗസ് ഇട്ടാലും നല്ലതായിരിക്കും. കണ്ടോ, ഇതേപോലെയാണ് സാരി വരുന്നത്. റേറ്റ് വരുന്നത് 825, 825 നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇനി അടുത്ത സാരി കാണാം. സാരി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് കേട്ടോ. ഒരു കണിക്കൊന്ന കളർ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. ഇതേപോലത്തെ പേസ്ലി ഡിസൈനാണ് വരുന്നത്. നേരത്തെ നമ്മൾ ഇതിൻ്റെ ഒരു റോസ് മിൽക്ക് കളർ കണ്ടിരുന്നില്ലേ, അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന സെയിം പാറ്റേൺ വേണ്ടാന്ന് വിചാരിച്ച് വേറെ വേറെ കളറും ഡിസൈനൊക്കെ കൊണ്ടുവരിക. കാരണം ഇത് കണ്ടിന്യൂസ് പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് മാറി മാറി നല്ലത് എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ നല്ലൊരു യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. ബോർഡേഴ്സ് ഇതേപോലെ വരുന്നത് കേട്ടോ. പല്ലു വരുന്നത് ദാ ഒരു ലൈൻ പാറ്റേൺ ആണ് കേട്ടോ. ഇങ്ങനെയാണ് പല്ലു വരുന്നത്.
ബ്ലൗസ് വരുന്നത് ഇതേപോലത്തെ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ്. നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ബ്ലൗസും സാരിയും കൂടെ വെയർ ചെയ്ത് വരുമ്പോൾ. നിങ്ങൾക്കിതിന് വേണമെങ്കിൽ ബ്ലാക്ക് ബ്ലൗസും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ വെയർ ചെയ്യാം. ഇതാ കണ്ടോ ഇതേപോലെ കേട്ടോ. ബോർഡേഴ്സിൽ പല്ലുവിലൊക്കെ ഡാർക്ക് ഗ്രീൻ ആണോ ബ്ലാക്ക് ലൈൻസ് ആണോ എന്ന് തോന്നണ പോലത്തെ കളേഴ്സാണ്. ഇതാ കണ്ടോ ഇങ്ങനെ. ഇവിടെയൊക്കെ ഗ്രീനാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഈ മൽമൽ കോട്ടണിൽ യെല്ലോ ഷെയ്ഡ് അത് സാരി ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. റേറ്റ് വരുന്നത് 825 825 ഇനി അടുത്ത കളർ കാണാം. അടുത്ത സാരി വരുന്നത് നമ്പർ 12 ആണ്. ഇതൊരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ്. ബോഡി ഫുൾ ഇതേപോലത്തെ ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ബോർഡേഴ്സ് ഇതേപോലത്തെ ഒരു റെഡിഷ് ഷെയ്ഡിലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇതിന് പല്ലു സെപ്പറേറ്റ് ഇല്ല കേട്ടോ, ഇങ്ങനെ റണ്ണിങ് ആയിട്ട് തന്നെയാണ് പല്ലു വരുന്നത്. ബ്ലൗസ് വരുന്നത് ആ ഒരു ബോർഡറിൻ്റെ കളർ തന്നെ പ്ലെയിൻ റെഡാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്, നല്ലൊരു കളർ കോമ്പിനേഷനാണ്. റെഡ് ആൻഡ് ബ്ലാക്ക് എപ്പോഴും സൂപ്പറാണല്ലോ. ഇതാ കണ്ടോ ഇങ്ങനെയാണ് സാരി വരുന്നത്. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ്. ഞൊറിഞ്ഞുടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതൊന്നും നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കണ പോലെയല്ല, ഉടുത്ത് വരുമ്പോഴാണ് നല്ല സ്റ്റൈലിഷാണ്, നല്ല ഭംഗിയുമാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ലാസ്റ്റ് സാരി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടമായി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക, എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. വാട്സപ്പ് നമ്പർ വരുന്നത് 8304823244 ആണ്. ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല, വാട്സപ്പ് ത്രൂ മെസ്സേജസ് ത്രൂ ആണ് നമുക്ക് ബുക്കിംഗ് പോസിബിൾ ആവുള്ളൂ കേട്ടോ. ഒരുപാട് പേര് ആ നമ്പറിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അറിയാത്തവരുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്, ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല, വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം, എന്തായാലും റിപ്ലൈ ഉണ്ടാവും കേട്ടോ. ഇത്തിരി ലേറ്റ് ആയിട്ടാണെങ്കിലും റിപ്ലൈ ഉണ്ടാവും, അത് ഉറപ്പാണ്. ഒരുപാട് മെസ്സേജസ് വരുമ്പോൾ നമ്മൾ ഓരോന്ന് സോൾവ് ചെയ്ത് വരുമ്പോൾ അഥവാ വൈകിയാൽ അതാണ് കാരണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫുൾ വീഡിയോ കണ്ടിട്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും, അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല ഭംഗിയുള്ള സാരീസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.